ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോണത് എവിടേക്ക് അറിയണ്ടേ? അതെ, നമ്മളുടെ കുംഭമേള നടക്കുന്ന നവാമുകുന്ദ ക്ഷേത്രത്തേക്ക്. എൻ്റെ വീട് തിരുനാവായ അമ്പലത്തിനടുത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഒട്ടുമിക്കപ്പോഴും അമ്പലത്തേക്ക് വരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ താമരപ്പൂ മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് താമരയ്ക്ക് ഭയങ്കര ഡിമാൻഡ്. കാരണം പൂജകളൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ താമരയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. 50 രൂപയായിരുന്നു 2 താമരയ്ക്ക്. സാധാരണ നല്ല വില കുറവാട്ടോ താമരയ്ക്ക് ഉണ്ടാവാറ്. നമുക്ക് ഇവിടെ താമരക്കായലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് താമരപ്പൂ കിട്ടാൻ ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വില കുറച്ച് കൂടുതലാണ്. അങ്ങനെ നമ്മൾ പൂവൊക്കെ മേടിച്ച് കണ്ണനെ കാണാൻ പോയിട്ടോ. ആദ്യം പുഴയുടെ മറുഭാഗത്തായിട്ടാട്ടോ നമ്മളുടെ കുംഭമേള നടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. നമ്മൾ അതിൻ്റെ തലേ ദിവസം രാത്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആരതി കാണാനൊക്കെ. പക്ഷെ നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടാത്ത കാരണം തന്നെ തിരിച്ചു പോകേണ്ടി ഒരു 7 മണിയൊക്കെ ആയി ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ എത്തിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരത്താണ് കാണാൻ ഭംഗി എന്നൊക്കെ പറയണ ആരതി കാണാനൊക്കെ. അപ്പം നമുക്ക് അതിനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ രാവിലെ വന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല വെയിലുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല തിരക്കുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗി തന്നെയായിരുന്നു കേട്ടോ. കുംഭമേളയെ പറ്റി പറഞ്ഞു തരാൻ ഒരു ഐതിഹ്യങ്ങളും അറിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ കാഴ്ചകൾ മാത്രമേ നമ്മൾ ആസ്വദിക്കുന്നുള്ളൂ. പാലത്തും കൂടി കുറച്ച് ആളുകളായിരുന്നു കേട്ടോ വിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പോലെ ആസ്വദിച്ച് ഇങ്ങനെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. തിരക്കൊന്നും കൂട്ടാതെ നമുക്ക് പാലത്തും കൂടി നടക്കാം. ഇവിടെ വരുമ്പോൾ പുഴയിൽ നിന്ന് കുളിക്കണം എന്നൊക്കെ കേട്ടോ പറയുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ച് റെഡി ആയിട്ടൊക്കെയാണ് വന്നത്. അതുകൊണ്ട് കുളിക്കാനൊന്നും നിന്നില്ല, കൈയും കാലും കഴുകിയിട്ട് പോന്നു കേട്ടോ. ഇവിടെ കുറേ പൂജകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യജ്ഞങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. അതുകൊണ്ട് യജ്ഞങ്ങൾ നടക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാട് ആളുകൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ചാണ് നമ്മളുടെ ആരതി ഒഴിയണത് കേട്ടോ. നമ്മളുടെ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വെച്ചിട്ടാണ് അവരത് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടു. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്കിതിനെ പറ്റി അറിയില്ല. ഇതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോയി